സോ സ്കെലിറ്റൽ സിസ്റ്റം ഓഫ് കലോട്ടസിൽ നമ്മൾ അടുത്തതായിട്ട് മൂവ് ചെയ്യുന്നത് റിബ്സ് ആൻഡ് സ്റ്റേണത്തിലേക്കാണ്. നമുക്കറിയാം റിബ്സ് ആൻഡ് സ്റ്റേണം എന്ന് പറയുമ്പോൾ നമ്മുടെ ഫ്രണ്ട് റീജിയനിൽ അല്ലേ റിബ്സിനെ കണക്ട് ചെയ്തുകൊണ്ട്, അതായത് ലാറ്ററൽ സൈഡിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന, നമ്മുടെ വൈറ്റൽ ഓർഗാൻസിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ബോൺ ആണ് റിബ് എന്ന് പറയുന്നത്. അതിൻ്റെ വെൻട്രൽ സൈഡിലേക്ക് കണക്ട് ചെയ്തേക്കുന്ന ഒരു കാർട്ടിലേജിനസ് സ്ട്രക്ചറാണ് റിബ്സ് സ്റ്റേണം എന്ന് പറയുന്നത്. ഓക്കെ, വൈറ്റൽ ഓർഗാൻസിനെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് റിബ്സിൻ്റെയും സ്റ്റേണത്തിൻ്റെയും ഫംഗ്ഷൻ എന്ന് പറയുന്നത്. സോ ഇതിൻ്റെ കേസിൽ റിബ്സിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ കേസിൽ റിബ്സ് എന്ന് പറയുന്നത് ഇറ്റ്സ് റെസ്ട്രിക്റ്റഡ് ടു ദി തൊറാസിക് റീജിയൻ അല്ലേ. അതേസമയം കലോട്ടസിൻ്റെ കേസിൽ ഇറ്റ്സ് സ്റ്റാർട്ടിങ് ഫ്രം ദി സെർവിക്കൽ വെർട്ടിബ്ര. ആദ്യത്തെ 3 സെർവിക്കൽ വെർട്ടിബ്ര ഒഴിച്ച് ബാക്കി എല്ലാ സെർവിക്കൽ വെർട്ടിബ്രയായിട്ട് കണക്ട് ചെയ്തുകൊണ്ട്, ബാക്കി എല്ലാ ബോണുമായിട്ട് വെർട്ടിബ്രൽ കോളുമായിട്ട് കണക്ട് ചെയ്തിട്ട് ഈ പറയുന്ന റിബ്സ് ഉണ്ട്. പ്രീ കോഡൽ, കോഡൽ റീജിയനിൽ ഇല്ലാന്നേ ഉള്ളൂ. പ്രീ കോഡൽസിൽ സെർവിക്കൽ തൊട്ട് പ്രീ കോഡൽസ്, അതിൽ ഫസ്റ്റ് 3 സെർവിക്കൽ മാത്രമേ മാറ്റുള്ളൂ, ഇല്ലാണ്ടുള്ളൂ. ബാക്കി ഒക്കെത്തിലും എന്തുണ്ട്, റിബ്സ് ഉണ്ട്. നമ്മുടേതുപോലെ തൊറാസിക് റീജിയനിൽ മാത്രമല്ല. അപ്പം അതൊന്ന് ഓർമ്മയിലുണ്ടാവാം. അപ്പം രണ്ടാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത്, ഈ റിബ് എന്ന് പറയുന്നത് സ്റ്റേണുമായിട്ട് കണക്ട് ചെയ്യുന്നത് ആദ്യത്തെ 3 തൊറാസിക് വെർട്ടിബ്ര മാത്രമാണ് സ്റ്റേണുമായിട്ട് കണക്ട് ചെയ്യുന്ന റിബായിട്ടുള്ളത്. ബാക്കിയൊക്കെ ഫ്രീ റിബ്സ് ആണ്. നമ്മുടെ കേസിലായിട്ട് കമ്പയർ ചെയ്ത് ഞാൻ പറയുകയാണ്. ഓക്കെ, നമ്മുടെ കേസിൽ എങ്ങനെയായിരുന്നില്ല, ഫസ്റ്റ് 7 കംപ്ലീറ്റ്ലി കണക്റ്റഡ് ആയിരുന്നു, പിന്നെ കാർട്ടിലേജ് വെച്ച് കണക്ട് ചെയ്യുന്ന ആളുണ്ടായിരുന്നു. ഫ്രീ ഫ്ലോട്ടിംഗ് ആയിട്ടുള്ള 11 and 12 ആണ് നമ്മുടെ കേസിൽ ഉണ്ടായിരുന്നത്. ഇതിൻ്റെ കേസിൽ സ്റ്റേണുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ടുള്ള ആദ്യത്തെ 3 തൊറാസിക് റിബ്സ് മാത്രമേ കാണാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ബാക്കി റിമൈനിങ് എല്ലാം എന്താണ്, ഫ്രീ റിബ്സ് ആണ്. ഓക്കെ, ഈ കാര്യം ഒന്ന് ഓർമ്മയിലുണ്ടാവാം. ഇനി ഇതിൻ്റെ റിബ്സിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ, നമ്മളെ കേസ് എടുക്കുകയാണെങ്കിൽ ഇറ്റ്സ് ഹാവിങ് 2 ഡൈസെഫാലസ് ആയിട്ടുള്ള റിബ്സ് ആണ് നമ്മളെ കേസിൽ ഉണ്ടാവുക. 2 ആർട്ടിക്കുലേഷൻ വരുന്ന വിധത്തിലാണ്. പക്ഷേ ഇതിൻ്റെ കേസിൽ റിബ്സ് എന്ന് പറയുന്നത് സിംഗിൾ ഹെഡഡ് ആണ്. സിംഗിൾ ഹെഡഡ് എന്ന് പറയുമ്പോൾ വെർട്ടിബ്രൽ കോളുമായിട്ട് മാത്രമാണ് ഇതിന് കണക്ഷൻ, പ്രോമിനൻ്റ് കണക്ഷൻ ആയിട്ട് വരുന്നത്. ഇപ്പം മോണോസെഫാലസ് ആയിട്ടുള്ള സിംഗിൾ ഹെഡഡ് ആയിട്ടുള്ള റിബ്സ് ആണ് ഇതിൻ്റെ കേസിൽ കാണാൻ വേണ്ടിയിട്ട് പറ്റുക. സോ ഇറ്റ്സ് ഹാവിങ് ഓൺലി ക്യാപിറ്റുലം. ട്യൂബർക്കുലം എന്ന് പറയുന്നത് ആബ്സെൻ്റ് ആണ്. അത് സെക്കൻഡ് ആർട്ടിക്കുലേഷനാണ് നമ്മൾ ട്യൂബർക്കുലം എന്ന് പറയുക. സോ ഇറ്റ്സ് കംപ്ലീറ്റ്ലി ആബ്സെൻ്റ്. ഓക്കെ, അപ്പം ട്യൂബർക്കുലം എന്ന് പറയുന്നത് ആബ്സെൻ്റ് ആണ്. ട്രാൻസ്വേഴ്സ് പ്രോസസ്സുമായിട്ട് കണക്ട് ചെയ്യുന്ന ട്യൂബർക്കുലം ആബ്സെൻ്റ് ആണ്. ഫസ്റ്റ് ആർട്ടിക്കുലം മാത്രമേ ഉള്ളൂ. അതായത് ഞാൻ പറയുന്നത് സ്റ്റേണുമായിട്ടല്ല, അപ്പോൾ നമ്മുടെ റിബ്സുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ നമ്മുടെ കേസ് എടുക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒരു പ്രോസസ്സ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ ക്യാപിറ്റുലാർ ഫേസറ്റ്സുമായിട്ട് കണക്ട് ചെയ്യും. അതിനെയാണ് നമ്മൾ ക്യാപിറ്റുലം എന്ന് പറയുന്നത്. പിന്നെ ട്രാൻസ്വേഴ്സ് പ്രോസസ്സുമായിട്ട് കണക്ട് ചെയ്യുന്ന ആളെയാണ് നമ്മൾ ട്യൂബർക്കുലം എന്ന് പറയുക. അപ്പം ഇതിൻ്റെ കേസിൽ ട്യൂബർക്കുലം ആബ്സെൻ്റ് ആണ്. ക്യാപിറ്റുലാർ ഫേസറ്റ്സുമായിട്ട് കണക്ട് ചെയ്യുന്ന ക്യാപിറ്റുലം മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പം ഇത് ഇങ്ങനെ വന്നിട്ട് നമുക്ക് ഇവിടെ സ്റ്റേണത്തിലേക്ക് കണക്ട് ചെയ്യുന്നു. അതാണ് റിബ് എന്ന് പറയുന്നത്. ഇനി ബാക്കോട്ട് വളഞ്ഞിട്ടാണ് ഞാനിവിടെ പ്രോമിനൻസ് കാണിക്കാൻ വേണ്ടിയിട്ട് കാണിച്ചെന്നുള്ളൂ. ക്ലിയർ ആണല്ലോ. അപ്പം ക്യാപിറ്റുലം മാത്രമേ ഉള്ളൂ, ട്യൂബർക്കുലം ഇല്ല. ട്യൂബർക്കുലം എന്താണ്, ട്രാൻസ്വേഴ്സ് പ്രോസസ്സുമായിട്ട് വെർട്ടിബ്രൽ കോളത്തിൻ്റെ വെർട്ടിബ്രയുടെ ട്രാൻസ്വേഴ്സ് പ്രോസസ്സുമായിട്ട് ആർട്ടിക്കുലേറ്റ് ചെയ്യുന്ന ഫേസറ്റ്സിന് പറയുന്ന പേരാണ്, ഹെഡിന് പറയുന്ന പേരാണ്, റിബിൻ്റെ ഹെഡിന് പറയുന്ന പേരാണ് ട്യൂബർക്കുലം എന്നുള്ളത്. അത് ആബ്സെൻ്റ് ആണ്. ഓക്കെ, അപ്പം എല്ലാ പ്രീ കോഡൽ വെർട്ടിബ്രയും എന്താണ്, റിബുമായിട്ട് കണക്റ്റഡ് ആണ്. അതിൽ എക്സംഷൻസ് ഏതാണ്, ഫസ്റ്റ് 3 സെർവിക്കൽ വെർട്ടിബ്രയാണ്. അത് ഓൾറെഡി ഞാൻ പറഞ്ഞു, എല്ലാ എന്ന് പറഞ്ഞു. അതേസമയം സെർവിക്കൽ റീജിയനിലുള്ള റിബ് എന്ന് പറഞ്ഞാൽ വളരെ ചെറിയതായിരിക്കും, തൊറാസിക് റീജിയനിലുള്ള വലിപ്പമുള്ളതായിരിക്കും, പിന്നീട് വീണ്ടും ചെറുതായിട്ട് പോകും. അപ്പം തൊറാസിക് റിബ്സ് ആർ ദ ലാർജ് വൺ. ദേ ആർട്ടിക്കുലേറ്റ് വിത്ത് ദ സ്റ്റേണം ബിലോ. ബിലോ എന്ന് ഉദ്ദേശിക്കുന്നത് വെൻട്രൽ സൈഡിനെയാണ്. ഓക്കെ, വെൻട്രൽ സൈഡിലുള്ള സ്റ്റേണുമായിട്ട് ഇത് കണക്റ്റഡ് ആണ്. Now each thoracic ribs has 2 portions, namely a dorsal bony part. നമ്മുടെ കേസിൽ നമ്മൾക്ക് കുറച്ച് റിബ്സിന്, അതായത് ഫുൾ റിബ് അല്ലാത്ത ട്രൂ റിബ്സ് അല്ല ആയ എല്ലാറ്റിനും എന്തുണ്ട്, ബോണാണ്. ട്രൂ റിബ്സ് അല്ലെങ്കിൽ അതെന്തായിരിക്കും, ബോണ് പ്ലസ് കാർട്ടിലേജ് എന്നുള്ള കോമ്പിനേഷൻ ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ കേസിൽ എല്ലാറ്റിൻ്റെ കേസിലും എന്താണ്, ബോൺ പ്ലസ് കാർട്ടിലേജ് എന്ന് പറയുന്ന ഒരു കോമ്പിനേഷനാണ് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുക. അപ്പം റിബ്സിൻ്റെ ഡോർസൽ സൈഡ് എന്ന് പറയുന്നത് ഇറ്റ്സ് ആക്ച്വലി ഫോംഡ് ഓഫ് ബോൺ ആൻഡ് ദെർഫോർ ഇറ്റ് ഈസ് നോൺ ആസ് ദി ബോണി റിബ്. ആൻഡ് വെൻട്രൽ റീജിയൻ എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ്സ് ആക്ച്വലി കാർട്ടിലേജിനസ് ആൻഡ് ദെർഫോർ ഇറ്റ് ഈസ് ഫോംഡ് ഓഫ് കാർട്ടിലേജ് ആൻഡ് ഇറ്റ് ഈസ് നോൺ ആസ് ദി
സ്റ്റേണൽ റിബ് ഓർ കാർട്ടിലേജിനസ് റിബ്സ്. അപ്പം വെർട്ടിബ്രൽ റിബ് അല്ലെങ്കിൽ ബോണി റിബ് എന്ന് പറയുന്നത് ഡോർസൽ part of the rib which is connected to the vertebral column which is made up of bone, and the sternal rib അല്ലെങ്കിൽ cartilaginous rib എന്ന് പറയുന്നത് ventral part of the rib which is connected to the sternum or which is floating freely and that is made up of cartilages. ഓക്കെ, അപ്പോൾ കാർട്ടിലേജ് കൊണ്ട് ഉണ്ടായതാണ് അത്. അങ്ങനെ രണ്ട് പാർട്ടാണ് എല്ലാ റിബ്സിനുള്ളത്. നമ്മുടെ കേസിൽ എല്ലാ റിബും അങ്ങനെയല്ല. നമ്മുടെ ഫസ്റ്റ് 7 എന്ന് പറയുന്ന ട്രൂ റിബ്സ് ആയിരുന്നു വിത്തൗട്ട് എനി കാർട്ടിലേജ്. നൗ വെർട്ടിബ്രൽ റിബ് എന്ന് പറയുന്നത് they are articulating with the capitular faces. അതിനെന്തുകൊണ്ടാണ് മറ്റതില്ലാത്തത്? we know that it's don't having any tuberculum അല്ലേ, അതുകൊണ്ട് തന്നെ അത് ട്രാൻസ്വേഴ്സ് പ്രോസസ്സുമായിട്ട് ആർട്ടിക്കുലേറ്റ് ചെയ്യുന്നില്ല, മറിച്ച് ക്യാപിറ്റുലർ ഫേസസുമായിട്ട് മാത്രമേ അത് ആർട്ടിക്കുലേറ്റ് ചെയ്യുന്നുള്ളൂ. ആദ്യത്തെ 3 ഞാൻ പറഞ്ഞു. ഫസ്റ്റ് 3 thoracic vertebrae സ്റ്റേണൽ റിബ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് കണക്റ്റഡ് ടു ദി സ്റ്റേണം. ഓക്കെ, അതുകൊണ്ടാണ് അതിനെ സ്റ്റേണൽ റിബ് എന്ന് പറയാൻ കാരണം ഫസ്റ്റ് 3. അപ്പോൾ അതാണ് ഇവിടെ കാണിച്ചേക്കുന്നത് ഫസ്റ്റ് 3. ഓക്കെ, ഈ റീജിയൻ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ആർട്ടിക്കുലേറ്റിംഗ് വിത്ത് ദി വെർട്ടിബ്രൽ കോളം ആണ്, വെർട്ടിബ്രയാണ്. ആൻഡ് ദിസ് പാർട്ട്, അപ്പം ഇത് ഫസ്റ്റ് തൊറാസിക് റിബാണ്, ഇത് സെക്കൻഡ് ആണ്, ഇത് തേർഡ് ആണ്. അപ്പം ഇത് എന്ത് ചെയ്യുന്നുണ്ട്? സ്റ്റേണുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് വിത്ത് ദ ഹെൽപ്പ് ഓഫ് സ്റ്റേണൽ റിബ് എന്ന് വെച്ചാൽ കാർട്ടിലേജിനസ് ആയിട്ടുള്ള പോർഷൻ വെച്ചിട്ട് സ്റ്റേണുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സ്റ്റേണം എന്ന് പറയുന്നത് നമുക്കറിയാം ഇറ്റ്സ് എ റോംബോയിഡൽ ഷേപ്പ് അല്ലേ, റോംബോയിഡ് ഷേപ്പാണ് സ്റ്റേണത്തിനുള്ളത്. ആൻഡ് ഇറ്റ്സ് എ കാർട്ടിലേജിനസ് ഓൾസോ. അപ്പം സ്റ്റേണം എന്ന് പറയുന്നത് ഇറ്റ്സ് എ റോംബോയിഡൽ കാർട്ടിലേജ്. ആൻഡ് ദ സ്റ്റേണൽ റോബ്സ് ഓഫ് ദ ഫസ്റ്റ് 3 thoracic vertebrae articulates with it fixed to the apex of the sternum. apex of the sternum ഈ പോർഷനിൽ എന്തുണ്ട്? ഒരു ഇന്റർ ക്ലാവിക്കിൾ ഉണ്ട്. ഈ ഇന്റർ ക്ലാവിക്കിന് 2 ആമ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഈ താഴെ കിടക്കുന്നതാണ്, മേളിലുള്ളതല്ല. മേളിലുള്ളത് ക്ലാവിക്കിളാണ്. ഈ താഴെ കിടക്കുന്ന 2 ആമ കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഈ 2 ആമിലേക്ക് ദർ ഈസ് ക്ലാവിക്കിൾ അറ്റാച്ച്ഡ്. ക്ലാവിക്കിൾ എന്ന് പറയുന്നതും ഇന്റർ ക്ലാവിക്കിൾ എന്ന് പറയുന്നതും ഇറ്റ്സ് എ പാർട്ട് ഓഫ് ദി പെക്ടോറൽ ഗർഡിൽ. Okay, so associated with the 2 limbs of the interclavicle are the 2 clavicles. 2 limb കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഞാൻ ഈ പറഞ്ഞ ലൈറ്റ് ആൻഡ് ലെഫ്റ്റ് വായിച്ചതാണ്. ടോപ്പിൽ കാണുന്ന ആളാണ് ക്ലാവിക്കിൾ എന്ന് പറയുന്നത്. ഇന്റർക്ലാവിക്കിളും ക്ലാവിക്കിളും പെക്ടോറൽ ഗർഡിന്റെ പാർട്ടാണ്. ആൻഡ് ദിസ് പെക്ടോറൽ ഗർഡിൽ ആർട്ടിക്കുലേറ്റ്സ് വിത്ത് ദി ആന്റീരിയോ ലാറ്ററൽ ബോർഡർ ഓഫ് ദി ആന്റീരിയോ ലാറ്ററൽ ബോർഡർ എന്ന് പറയുന്നത് ബോർഡർ ഓഫ് ദി സ്റ്റേണം. അപ്പോൾ ഇത്രയാണ് സ്റ്റേണത്തിനെയും റിബ്സിനെയും കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് പെക്ടോറൽ ഗർഡിലാണ്. Then forelimb വരും. Then we will go to the pelvic girdle and then hind limb വരും. അത്രയായ നമ്മുടെ സ്കെലറ്റൽ സിസ്റ്റം കംപ്ലീറ്റ് ആവും. ഓക്കെ, അപ്പം റിബ്സ് ആൻഡ് സ്റ്റേണം എന്ന് പറയുന്നത് നമുക്ക് ഈസി ആയിട്ട് വരക്കാനും അതുപോലെ തന്നെ ഈസി ആയിട്ട് മനസ്സിലാക്കാനും പറ്റും.